ഇനി 2 ഉടുപ്പ് ബുക്സ് ഒക്കെ എടുത്ത് വെച്ചു. ഇനി പാവക്കുട്ടീനും കൂടി എടുക്കണം. ഇത്രയും മതി. 2 ഉടുപ്പ് ഇരുന്നോട്ടെ. ഒരു വീട്ടിടാനൊരു ഉടുപ്പ്, ഒരു ടവലും കൂടി ഇരുന്നോട്ടെ. പിന്നെ ഇനി പാവക്കുട്ടീനെ എടുത്ത് വെക്കണം. അയ്യോ, ഞാൻ എല്ലാവരോടും പറഞ്ഞു അതിനെ കൊണ്ടുവരാന്ന്. എടി പാറു, നീ എല്ലാം എടുത്ത് വെച്ചോ? എൻ്റെ എല്ലാം എടുത്ത് വെച്ചേച്ചി. എന്നെ കൂടി നീ ബാഗിൽ വെച്ചേക്ക്. ഒരു ബാഗ് മതി, വെറുതെ എന്തിനാ 2 എണ്ണം. അമ്മടെ വിളിച്ചോ ഓസിന് വന്നതും പോരാ, ഞാൻ എൻ്റെ ബാഗിൽ എല്ലാം കൂടി വെച്ചിട്ട് വേണം എനിക്ക് വേണം ചുമക്കാൻ. എൻ്റെ പൊന്നോ, ആരെങ്കിലും പറഞ്ഞോ നിന്നോട് ബാഗ് പിടിക്കണമെന്ന്? ഞാൻ പിടിച്ചോളാം കേട്ടോ. എന്നാ കൊള്ളാം, ചേച്ചി പിടിച്ചോ. അല്ല ചേച്ചി, ഇനി ഇതിൽ സ്ഥലമില്ലല്ലോ. ഉണ്ടല്ലോ. ഇല്ല ചേച്ചി, ഇതിൽ സ്ഥലമില്ല. ദേ നോക്കിയേ, എൻ്റെ പാവക്കുട്ടിയോട് വെച്ച് കഴിയുമ്പോൾ ഫുള്ളാവും. പാവക്കുട്ടിയോ? എന്തിനാ അതൊക്കെ കൊണ്ടുവന്നേ? അല്ല, ഏത് പാവക്കുട്ടി? ബാർബി ഡോൾ. ഞാനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു എന്നെ കൊണ്ടുവരാന്ന്. അതാ ചേച്ചി. ബാർബി ഡോളോ? നിന്റെ പാവക്കുട്ടിയോ? അതെങ്ങനെ നിന്റെ മാത്രമാണ്? അത് എന്നെയും കൂടിയാ. എനിക്കും കൂടി അത് വാങ്ങി തന്നേക്കണം. അതിനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞാൻ കേട്ടോ. അത് പിന്നെ ചേച്ചിയുടെ കൂടിയാ. ഞാൻ സമ്മതിച്ചു. നമ്മൾ 2 കൂടി അല്ലേ പോകുന്നേ. അപ്പൊ അതിനെ കൊണ്ടുപോയാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ അതിനെ കളയത്തൊന്നുമില്ലല്ലോ. ചേച്ചിക്ക് ശ്രദ്ധിക്കാമല്ലോ അതൊക്കെ. പിന്നെ ഞാൻ എല്ലാവരോടും പറയണം അത് ചേച്ചിടിയെന്ന്. അപ്പൊ ചേച്ചിക്ക് ഡെമ്പു ആവുമല്ലോ, ഗമയാവുമല്ലോ. എന്ത് പറയാനിപ്പാ? സമ്മതിച്ചാ? എന്നാ ശരി, എടുത്തോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ടല്ലോ, അവരുടെ ബാഗിൽ വെച്ച് കൊണ്ടുപോവാം. ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇരിക്കട്ടെ. ഓക്കെ, ശരി ചേച്ചി. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാടി. ഒരു ഡെമ്പുകാരി. ഇതിലൊക്കെ വീഴുള്ളൂ എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഇതൊക്കെ എൻ്റെ കുട്ടൻസ് അല്ലേ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ പാവിനെ കൊണ്ടുവരുള്ളൂ. ഇനിയിപ്പോൾ ചേച്ചി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പാവക്കുട്ടി എൻ്റേത് തന്നെ. എന്ത് സാധനമാണോ ഇത്? അവരെ കാണുന്നില്ലല്ലോ. എടി, ഇന്ന് തന്നെ ആയിരുന്നോ? അത് നിനക്ക് ഡേറ്റ് മാറിപ്പോയതാണോ? സത്യമായിട്ടും ഇന്ന് തന്നെ, എനിക്ക് ഉറപ്പാ. വാസോടെ ബിരിയാണി ഉണ്ടാക്കാന്നാ പറഞ്ഞേക്കുന്നേ. അയ്യോ, ഞാനതുകൊണ്ട് ഉച്ചക്കൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല ചേച്ചി. ശരിക്കും ബിരിയാണിയാണോ അന്ന്? അതെ ചേച്ചി, നല്ല ചിക്കൻ ബിരിയാണി ഉറപ്പാ. അയ്യോ, ഇത് ഞാൻ അറിയില്ലല്ലോ. എന്നാ നമുക്ക് വേഗം പോവാം. എനിക്കിത് കേട്ടപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. കൊതി പിടിപ്പിച്ചല്ലേ ചേച്ചി. നമ്മളിത് കാണാണ്ട് കിടക്കാമെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് അവൻ. നമുക്ക് അവിടെ ചെന്ന് തഞ്ചത്തിന് കഴിക്കാം കേട്ടോ. അതൊക്കെ അത്ര ഉള്ളടി. എന്താ അവർ വരാത്തെ? വന്നിട്ട് ചേച്ചിനെ കുടിച്ച് നല്ല മണമുണ്ടല്ലോ. ഏതൊരു പുതിയ ഷാമ്പുട്ടാ പൊളിച്ചേക്കണം. വന്നിട്ട് വേണം അടിച്ചു മാറ്റാൻ. എന്താടി പിറോർക്കുന്നേ? അവരെന്ത് സ്ലോയിലാ നടക്കണമെന്ന് പറയായിരുന്നു ചേച്ചി. പോയേക്കാം. ചേച്ചി കൂടെ വന്നാൽ നന്നായി. നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ അല്ല, അതിനല്ലേ ഞാൻ വരുന്നേ. കോളാക്കാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല, നിങ്ങളുടെ ബാഗൊക്കെ എന്ത്? അത് വാസ് രാവിലെ എന്നെ വന്ന് കളക്ട് ചെയ്തോണ്ട് പോയി. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരിക്കാൻ അവൻ കാറിന് വന്നേ. ടാക്സി പിടിച്ചൊക്കെ എത്തിയ പുള്ളി. അത് ശരി, ഇങ്ങോട്ട് വന്നില്ലല്ലോ. അത് അവൻ പറഞ്ഞു നിങ്ങൾ 2 പേരുണ്ടല്ലോ, അതുകൊണ്ട് ബാഗ് പിടിക്കാവുന്നേ ഉള്ളെന്ന്. ചേടാ, അവനോട് കൊള്ളാലോ. ഞാൻ പോവാം നമുക്ക്. ഒരു മിനിറ്റ്, അമ്മ ഇങ്ങൊന്ന് വന്നോട്ടെ. എല്ലാരും എത്തിയോ? സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാട്ടോ. അടിച്ചു പൊളിക്കണം കേട്ടോ. അല്ല മക്കളെ, ഞാനാണെങ്കിൽ വാസുവിൻ്റെ അമ്മൂമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അയ്യോ, ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും. ഒരഴമ്പൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഒരു ശല്യം ചെയ്യരുത് അവരെ. ഇല്ല അമ്മേ, അതൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞങ്ങൾക്കറിയാം. ഞങ്ങളും അമ്മൂമ്മയായിട്ട് നല്ല കമ്പനിയാണ്. അതെ അമ്മേ, അമ്മ പേടിച്ചേ വേണ്ട. ശരി, ചെന്നിട്ട് വിളിക്കണം കേട്ടോ. പിന്നെ വാസുവിൻ്റെ അമ്മൂമ്മയോട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. അത് ഞങ്ങൾ ഏറ്റമ്മേ. പോട്ടെ എന്നാ. അമ്മൂമ്മേ, പോയിട്ട് വരട്ടെ. മക്കള് പോയിട്ട് വാ. അമ്മൂമ്മ എവിടെ ഉണ്ടാകും കേട്ടോ. ശരി അമ്മൂമ്മേ. മക്കളെ, അപ്പൊ തുടങ്ങാലേ? അപ്പൊ നമുക്കെല്ലാം തുടങ്ങാലേ? മക്കൾക്ക് എന്ത് സന്തോഷം. അതെ പോയി വരട്ടെ.